ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും HTML പാർട്ട് 3 വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്തു. പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ HTML ബേസിക് സിൻടാക്സ് പറ്റി പരിചയപ്പെടുത്തി. പാർട്ട് 3 വീഡിയോയിൽ നമ്മൾ HTML ടാഗ്സും അതിൻ്റെ ആട്രിബ്യൂട്ട്സും ആണ് നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിലാണ് നമ്മൾ കോഡ് ചെയ്യുന്നത്. അപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിലൊരു കമാൻഡ് ഉണ്ട്. അതായത് എൻ്റെ കീ എക്സ്ക്ലമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ HTML ബോയിലർ പ്ലേറ്റ് ഇതുപോലെ കിട്ടും. സോ ടൈറ്റിൽ ഞാൻ HTML ടാഗ്സ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ, ഇനി ബോഡിയിൽ ഞാൻ ഓരോ ടാഗ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു എന്താണ് നമ്മൾ വെബ് ബ്രൗസറിൽ കാണാൻ ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ ബോഡിയിലാണ്, HTML ബോഡിയിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ കണ്ടൻറ്റും എല്ലാ എലമെൻസും നമ്മൾ ബോഡിയിലാണ് നമ്മൾ എഴുതുന്നത്. സോ HTML ടാഗ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ H1 ടാഗാണ്. H1 ടാഗ് എന്ന് പറയുന്നത് നമ്മൾ ഹെഡിങ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ H1 ടാഗ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം, ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരു എക്സ്റ്റൻഷൻ ഞാൻ എൻ്റെ VS കോഡിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ആക്കാൻ വേണ്ടി. അതിൻ്റെ പേരാണ് ലൈവ് പ്രിവ്യൂ. അപ്പോൾ ലൈവ് പ്രിവ്യൂ ഇൻസ്റ്റാൾ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് വിഷ്വൽ സ്റ്റുഡിയോയിൽ തന്നെ ഏറ്റവും റൈറ്റ് കോർണറിൽ ഷോ പ്രിവ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കോഡ് ചെയ്യുന്നതിൻ്റെ പ്രിവ്യൂ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ലൈവ് പ്രിവ്യൂ ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ലൈവ് പ്രിവ്യൂ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വിഷ്വൽ സ്റ്റുഡിയോയിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ലൈവ് പ്രിവ്യൂ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് പ്രിവ്യൂവിൻ്റെ എക്സ്റ്റൻഷൻ കിട്ടും. ഇതാണ് ആ ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലൈവ് പ്രിവ്യൂ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിവ്യൂ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ഇറ്റ്സ് വർക്ക്. അപ്പോൾ ഇതാണ് H1 ടാഗിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹലോ വേൾഡ് എന്ന് കൊടുത്തപ്പോൾ H1 ടാഗിൽ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യുന്നു. H1 എന്ന് പറയുന്ന ഹെഡിങ് 1 ആണ്. ഇതുപോലെ H2, H3, H4 ഉണ്ട്. ഫോർ എക്സാമ്പിൾ H2 കൊടുത്തു കഴിഞ്ഞാൽ H2ൽ ഹലോ വേൾഡ് എന്ന് പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടെക്സ്റ്റ് ചെറുതായത്. H1 കമ്പാരിറ്റീവ്ലി ടെക്സ്റ്റ് ചെറുതാണ് H2-ൻ്റെത്. അപ്പോൾ നമുക്കിതുപോലെ H6 വരെ നമുക്ക് ഹെഡിങ് കൊടുക്കാൻ സാധിക്കും. ഓരോ ഹെഡിങ്ങും H1, H2, H3, H4, H5, H6 കൊടുക്കുമ്പോൾ ടെക്സ്റ്റിൻ്റെ വലിപ്പം അതിനനുസരിച്ച് ഡിക്രീസ് ആവുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഈ ഒരു ടാഗിൻ്റെ പ്രത്യേകത. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ടാഗിലോട്ട് പോവാം. അതാണ് P ടാഗ് എന്താണെന്ന് വെച്ചാൽ P ഡിനോട്ട് ചെയ്യുന്നത് പാരഗ്രാഫാണ്. ഫോർ എക്സാമ്പിൾ ഞാനൊരു പാരഗ്രാഫ് എഴുതുകയാണ്. ലോറം 13 എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ഡമ്മി ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ. ജസ്റ്റ് നിങ്ങൾ ലോറം എന്ന് അടിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ടെക്സ്റ്റിൻ്റെ എത്ര എണ്ണമാണോ വേണ്ടുന്നത് അത് മെൻഷൻ ചെയ്യും. ഞാൻ ഇപ്പോൾ 13 എന്ന് കൊടുത്തിട്ട് ഞാനിവിടെ നമ്മുടെ ടാബ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് 13 വേർഡ് വരുന്ന ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഫില്ല് ചെയ്ത് തരുന്നതായിരിക്കും. ലോറം ടെക്സ്റ്റാണ്, പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ല ടെക്സ്റ്റിന്, ജസ്റ്റ് റാൻഡം ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്ത് തരുന്നു. നമുക്ക് കോഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റുകൾ കൊടുക്കണമെങ്കിൽ ഇതുപോലെ നമുക്ക് കൊടുക്കാം. പിന്നീട് നമ്മളിത് ഫൈനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഡമ്മി ടെക്സ്റ്റ് മാറ്റിയിട്ട് ആക്ച്വൽ ടെക്സ്റ്റുകൾ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് ആ ഒരു ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ P ടാഗ് കൊടുക്കുന്നത് ഈ പറഞ്ഞ പോലെ പാരഗ്രാഫുകൾ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതാണ് അടുത്ത ഒരു HTML ടാഗ് എന്ന് പറയുന്നത്. അടുത്ത ഒരു HTML ടാഗാണ് ആങ്കർ ടാഗ്. എ ടാഗിന് ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഈ HRF എന്ന് പറയുന്നത് ഒരു ആട്രിബ്യൂട്ടാണ്. ഓക്കെ, ഞാൻ
ഒരു ക്ലിയർ എക്സാമ്പിൾ കാണിച്ചു തരാം എ ടാഗ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ ഇതാണ് എ ടാഗിൻ്റെ ആ ഒരു ഫോർമാറ്റ് എന്നുള്ളത്. എ എഴുതിയിട്ട് HRF അതിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ്, പിന്നെ എ ടാഗ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് എന്താണോ നമ്മൾ എഴുതുന്നത്, ഈ ടാഗിനകത്ത് എന്താണോ നമ്മൾ എഴുതുന്നത്, അത് ഒരു മേ ബി ഒരു ടെക്സ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഇമേജ് ആവാം, എന്തോ ആയിക്കോട്ടെ. ഞാനിപ്പോൾ ഒരു ടെക്സ്റ്റ് എഴുതുകയാണ്, ഹലോ വേൾഡ്. ഓക്കെ, ഞാനിവിടെ എഴുതിയ ടെക്സ്റ്റ് നിങ്ങളുടെ ഔട്ട്പുട്ട് നോക്കിയതാ, ഇവിടെ ഹലോ വേൾഡ് എന്നുള്ളൊരു ഔട്ട്പുട്ടാണ് വന്നത്. പക്ഷേ അവിടെ ഒരു അണ്ടർലൈൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൗസ് പോയിൻ്റർ കൊണ്ട് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഒരു ലിങ്കായിട്ടാണ് അത് മാറിയിരിക്കുന്നത്. മനസ്സിലായോ? ഇപ്പം നിലവിൽ ഈ ഒരു വെബ് പേജിൽ തന്നെയാണ് അത് പോയിൻ്റ് ചെയ്യുന്നത്, കാരണം നമ്മൾ HRFൽ നമ്മളൊന്നും കൊടുത്തിട്ടില്ല. നമുക്കിനി വേറൊരു വെബ്സൈറ്റിലേക്ക് നമുക്ക് ഈ പറയുന്ന ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ പോകണം എന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഈ HRF ടാഗ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ HRF ടാഗിൽ ഫോർ എക്സാമ്പിൾ https://youtube.com. അപ്പോൾ എനിക്ക് ഈ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ ലിങ്കിൽ അല്ലെങ്കിൽ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് യൂട്യൂബ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണം. കൺട്രോൾ എസ് കൊടുത്ത് സേവ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ യൂട്യൂബിലേക്ക് ഓപ്പൺ ആവുന്നതായിരിക്കും. ജസ്റ്റ് ഹലോ വേൾഡ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതായിരിക്കും. സോ ആങ്കർ ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ലിങ്ക്സ് ആഡ് ചെയ്യാനാണ്. അതായത് ഒരു ടെക്സ്റ്റോ അല്ലെങ്കിൽ ഇമേജിലോ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു സോഴ്സിലോട്ടോ അല്ലെങ്കിൽ മറ്റൊരു വെബ് പേജിലോട്ടോ നമ്മളെ ഫോർവേഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആങ്കർ ടാഗ്സ് യൂസ് ചെയ്യുന്നത്. ആങ്കർ ടാഗ്സിനകത്തുള്ള ഒരു ആട്രിബ്യൂട്ടാണ് HRF. വേറൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, അതായത് ടാർഗറ്റിനകത്തുള്ള ഒരു പാരാമീറ്ററാണ് ബ്ലാങ്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടാർഗറ്റ് എന്തിനാണ് കൊടുത്തതെന്നുള്ളത് പറഞ്ഞുതരാം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ടാർഗറ്റ് നമ്മളൊന്നും കൊടുത്തില്ല, നമ്മൾ ജസ്റ്റ് HRFനകത്ത് ലിങ്ക് കൊടുത്തു, ആങ്കർ ടാഗിനകത്ത് HRF മാത്രമായിട്ട് കൊടുത്തിട്ട് നമ്മൾ റൺ ചെയ്തു. അപ്പോൾ ആ ടെക്സ്റ്റ് ഒരു ലിങ്കായിട്ട് മാറി. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സെയിം വെബ് പേജിൽ തന്നെ ആയിരിക്കും ലോഡ് ചെയ്യുന്നത്. മനസ്സിലായോ? പുതിയൊരു ടാബ് ഓപ്പണായി വരത്തില്ല. അത് ഓവർകം ചെയ്യാനായിട്ടാണ് നമ്മളിവിടെ ടാർഗറ്റ് ബ്ലാങ്ക് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അതായത് ടാർഗറ്റ് ബ്ലാങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ ഒരു ഹലോ വേൾഡിൽ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ടാബിൽ അതായത് ഈ ഒരു പേജ് മാറാതെ പുതിയൊരു ടാബിലാണ് ആ ഒരു ലിങ്ക് ഓപ്പണായി വരുന്നത്. അതായത് youtube.com ആണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ആ youtube.com എന്ന് പറഞ്ഞ ലിങ്ക് പുതിയൊരു ടാബിലാണ്, ബ്രൗസറിൻ്റെ പുതിയൊരു ടാബിലാണ് ഓപ്പണായി വരുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിനാണ് നമ്മൾ ടാർഗറ്റ് ബ്ലാങ്ക് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അടുത്ത ടാഗ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്ത ടാഗ്സ് എന്ന് പറയുന്നത് ബട്ടൺ ടാഗാണ്. അപ്പോൾ ബട്ടൺ ടാഗ് എഴുതുന്നത് ഇങ്ങനെയാണ്. ബട്ടൺ എഴുതിയിട്ട് ആ ബട്ടൺ ക്ലോസ് ചെയ്യുക, ഇങ്ങനെയാണ് നമ്മൾ ബട്ടൺ ടാഗ് എഴുതുന്നത്. ശേഷം ഇതിനകത്ത് എന്താണ് എഴുതുന്നത്, അതൊരു ബട്ടൺ ടെക്സ്റ്റ് ആയിട്ടാണ് നമ്മൾ HTML ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ബ്രൗസർ കൺസിഡർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സബ്മിറ്റ് എന്ന് പറഞ്ഞ ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ബട്ടൺ ക്രിയേറ്റ് ആയിട്ട് അതിനകത്ത് ടെക്സ്റ്റ് സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് വന്നേക്കുന്നത് കാണാൻ സാധിക്കും. അതായത് ഒരു ബട്ടൺ ക്രിയേറ്റ് ആയിട്ടുണ്ട്, സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സബ്മിറ്റിന് പകരം ഞാനിവിടെ സെൻഡ് നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സെൻഡ് നൗ എന്ന് പറയുന്നൊരു ബട്ടൺ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ HTML പേജസിൽ, നമ്മുടെ HTML ഡോക്യുമെൻറ്റ്സിൽ ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ബട്ടൺസിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ബട്ടൺസിൻ്റെ ഒന്നാമത്തെ ബട്ടൻ്റെ ആട്രിബ്യൂട്ടാണ് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ബട്ടൺ എന്താണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ഡോക്യുമെൻറ്റ് ബ്രൗസറിന്, നമ്മുടെ HTML ഡോക്യുമെൻറ്റിന്. അപ്പോൾ ഇതൊരു ബട്ടൺ ആണ് അല്ലേ, ടൈപ്പ് ബട്ടൺ. അതുപോലെ അതിൻ്റെ വാല്യൂ, എന്ത് വാല്യൂ ആണ് ഈ ഒരു ബട്ടൺ ഉള്ളത്, അതായത് എന്ത് വാല്യൂ ആണ് പാസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ. ഞാൻ പറയുന്നു വാല്യൂ ഞാൻ സബ്മിറ്റ് എന്ന് പറയുന്നൊരു വാല്യൂ ഞാൻ പാസ് ചെയ്യുന്നു. അത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കുക, ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കൊടുക്കാം. ഇന്ന് ഈ ഒരു സബ്മിറ്റ് എന്ന് തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ കൊടുക്കുക, എന്ത് വേണമെങ്കിലും കൊടുക്കാം, വാല്യൂ കൊടുക്കാം. നിങ്ങൾക്ക് വാല്യൂ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അതായത് ഈ ഒരു ടെക്സ്റ്റ് വാല്യൂവിനകത്തുള്ള ടെക്സ്റ്റ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ വാല്യൂ കൊടുക്കുന്നത് നമുക്ക് വാലിഡേഷന് വേണ്ടിയാണ്.
അതായത് ബട്ടൺ നമുക്ക് ഇപ്പോൾ വേറൊരു PHP ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ വാല്യൂ എന്ന് പറഞ്ഞ ഒരു ആട്രിബ്യൂട്ട് നമ്മൾ പാസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് നെയിം. അതായത് ബട്ടൺ വേണമെങ്കിൽ ഒരു നെയിം കൊടുക്കാം. ഈ ഒരു ബട്ടണിന് സെൻഡ് എന്ന് പറഞ്ഞൊരു നെയിം കൊടുക്കുന്നു, സെൻഡ് BTN. സെൻഡ് BTN എന്ന് പറയുന്നൊരു ബട്ടൺ വാല്യൂ എന്ന് പറഞ്ഞൊരു ഡേറ്റേനെ പാസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ വേറെ HTML അല്ല, നമ്മൾ വേറെ ഏതെങ്കിലും ബാക്ക് എൻഡ് ലാംഗ്വേജിൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് നോക്കി നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ബട്ടണിനെ പറ്റി പറയാനുള്ളത്. ബേസിക്കലി ബട്ടൺ എന്ന് പറയുന്നത് ബട്ടൺ ടാഗ് എഴുതി ക്ലോസ് ചെയ്യുക, അതിനുശേഷം അതിനകത്തുള്ള ടെക്സ്റ്റ് എന്താണോ എഴുതുന്നത് അത് ബട്ടണിൻ്റെ പേരായിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ബട്ടൺസ് എഴുതുന്നത്.